ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുടിവെള്ള ലഭ്യതയ്ക്കുള്ള പാഠങ്ങൾ കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് തന്നെ ലഭിക്കണം. അത് ക്ലാസ് മുറികളിൽ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ ഫലപ്രദമാകും പ്രായോഗിക മാതൃകകൾ നേരിട്ട് കാണിച്ചാൽ. പെരുവയൽ ബാബ ഗ്ലോബൽ സ്കൂളിൽ 1.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. എയർപോർട്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. എയർ ഹോസ്റ്റസ് അടക്കം 5 പേർ അറസ്റ്റിൽ. പാചകവാതക വിലവർദ്ധനവിനെതിരെ മഹിളാ മോർച്ച. വിലക്കയറ്റം കുടുംബജീവിതം താറുമാറാക്കിയെന്നും മഹിളാ മോർച്ച. ചിന്ത പുസ്തകോത്സവത്തിന് സമാപനം. സമൂഹത്തിൽ ഏറെ മാറ്റങ്ങൾ ചിന്ത പബ്ലിക്കേഷൻസിന്റെ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചുവെന്ന് കെ ശൈലജ ടീച്ചർ. വാർത്തകൾ വിശദമായി. ചിന്ത പബ്ലിക്കേഷൻസിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ശൈലജ. ചിന്ത പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളും സ്ത്രീ സമൂഹവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ചിന്ത പുസ്തകോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് ടൗൺ ഹാളിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന പരിപാടികൾക്കും സെമിനാറുകൾക്കും സമാപനമായി. സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളും സ്ത്രീ സമൂഹവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. ചിന്ത പബ്ലിക്കേഷന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്ന് ശൈലജ പറഞ്ഞു. പുതിയ കാലഘട്ടത്തിലും ഈയൊരു ലക്ഷ്യം നേടിയെടുക്കുന്നതിനായി സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും അവർ കൂട്ടിച്ചേർത്തു. നിലനിൽക്കുന്ന സമൂഹത്തിന്റെ യാഥാസ്ഥിതികതയെ ചോദ്യം ചെയ്തുകൊണ്ട് നവീനമായിട്ടുള്ള ആശയഗതികൾ, മനുഷ്യരുടെ സമത്വത്തെ സൂചിപ്പിക്കുന്ന ആശയഗതികൾ ഈ സമൂഹത്തിലേക്ക് കടത്തിവിടുമ്പോൾ അതൊട്ടും സഹിക്കാത്ത, അതിലെ വലിയ വിമ്മിഷ്ടമുണ്ടാകുന്ന തികച്ചും കൺസർവേറ്റീവായിട്ടുള്ള സമൂഹത്തിന്റെ വക്താക്കൾ അവർ നന്നായിട്ട് എതിർക്കാറുണ്ട്. ആ എതിർപ്പ് ഏറ്റവും രൂക്ഷമായി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് സഖാവ് ഗൗരിയമ്മ. മേയർ കെ പ്രേമജം അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സതീദേവി, പി കുൽസൂദ്, തങ്കം, എം പത്മാവതി, ജാനമ്മ കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടും പശ്ചിമഘട്ട സംരക്ഷണവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. പാചകവാതക വില വർധനവ് കുടുംബജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിർമ്മല ടീച്ചർ. പാചകവാതക വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാനാഞ്ചിറ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പാചകവാതക വില വർധന പിൻവലിക്കുക, എല്ലാവർക്കും സബ്സിഡി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ മാനാഞ്ചിറ ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരത്തെത്തിയത്. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിർമ്മല ടീച്ചർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഗ്യാസ് വില വർധനവ് കുടുംബജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്ന് നിർമ്മല ടീച്ചർ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിലാണ് കുടുംബത്തിന്റെ ഭദ്രത. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഭാവി എല്ലാം തന്നെ ഞങ്ങളുടെ കൈകളിലാണ്. സുരക്ഷിതമായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇന്ന് കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഭരണാധിപന്മാര് നമ്മുടെ രാജ്യത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ആ ഒരു അവസ്ഥയെ വിശദീകരിക്കേണ്ട ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. നാളെ ഭാരതം ഭരിക്കേണ്ട ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ജയ സദാനന്ദൻ, പി ശാന്ത, സി സിന്ധു, OM സാലിമ, ശോഭാരാജൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ചെങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന KP മുഹമ്മദിന്റെ ദുരൂഹമരണം അന്വേഷിക്കാൻ പാർട്ടി സഹായിക്കുന്നില്ലെന്നാരോപിച്ച് പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ ബോധനയാത്ര തടഞ്ഞു.
വ്യാഴാഴ്ച രാത്രി കടിയങ്ങാടിനു സമീപം വെച്ചാണ് പ്രവർത്തകർ ബോധനയാത്ര തടഞ്ഞത്. ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന KP മുഹമ്മദിന്റെ മരണത്തിൽ ദുരൂഹത ഉയർന്നിട്ടും പാർട്ടി ശക്തമായ നിലപാടെടുക്കുന്നില്ലെന്നാരോപിച്ചാണ് ഒരു സംഘം ലീഗ് പ്രവർത്തകർ ബോധനയാത്ര തടഞ്ഞത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ചക്കിട്ടപ്പാറയിലെ സ്വീകരണം കഴിഞ്ഞ് കടിയങ്ങാട്ട് സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല, സെക്രട്ടറി MA റസാഖ് മാസ്റ്റർ എന്നിവർ നയിക്കുന്ന ബോധനയാത്ര. മുസ്ലിം ലീഗ് സൂപ്പിക്കട ശാഖ പ്രസിഡന്റ് പൂളക്കണ്ടി മൂസ, സെക്രട്ടറി KP റഷീദ്, KP യൂസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള 50ഓളം പേരടങ്ങിയ സംഘമാണ് യാത്ര തടഞ്ഞത്. പാർട്ടി പ്രവർത്തകർ തന്നെ യാത്ര തടഞ്ഞതോടെ നേതാക്കൾ ആശയക്കുഴപ്പത്തിലായി. അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നെങ്കിലും പ്രവർത്തകർ വഴങ്ങാതിരുന്നത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഒടുവിൽ നേതാക്കൾ തന്നെ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 8-നാണ് മകനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന KP മുഹമ്മദ് കടിയങ്ങാടിനും 8-6-നും ഇടയിൽ ടിപ്പറിടിച്ച് മരണപ്പെട്ടത്. മരണത്തിൽ അന്നു തന്നെ ദുരൂഹത ഉയർന്നിരുന്നു. മണൽ മാഫിയക്കെതിരെയായിരുന്നു ആദ്യഘട്ടത്തിൽ സംശയം. സംഭവവുമായി പന്തിരിക്കര പെൺവാണിഭത്തിലെ പ്രതികളെ ബന്ധിപ്പിക്കുന്ന ചില സൂചനകൾ ജില്ലാ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇതിനിടെയാണ് നേതാക്കൾക്കെതിരെ പന്തിരിക്കരയിൽ പ്രവർത്തകരുടെ രോഷം അണപൊട്ടിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫ്ലൈസോൺ ഏവിയേഷൻ പ്രതിനിധികളെന്ന വ്യാജേന ജോലി തട്ടിപ്പ്. എയർ ഹോസ്റ്റസ് അടക്കം 5 പേരെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി, മുംബൈ എയർപോർട്ടുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. എയർപോർട്ടുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ വനിതയടക്കം 5 പേർ അറസ്റ്റിൽ. എയർ ഇന്ത്യ എയർ ഹോസ്റ്റസ് എന്ന് പരിചയപ്പെടുത്തിയ കർണാടക സ്വദേശിനി കലൈവാണി, എറണാകുളം മണവാളൻ വീട്ടിൽ ഫ്രെഡ് പോൾ, തിരുവമ്പാടി തലമണ്ണ തെക്കേക്കര അനൂപ് ജോസഫ്, കൊല്ലം ചന്ദനത്തോപ്പ് അർച്ചനയിൽ അനൂപ്, കാരപ്പറമ്പിൽ കൈലാസത്തിൽ സുരേഷ് കുമാർ എന്നിവരെയാണ് നടക്കാവ് പോലീസ് പിടികൂടിയത്. ന്യൂഡൽഹി, മുംബൈ എയർപോർട്ടുകളിലേക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് തസ്തികയിലേക്ക് നിയോഗിക്കാനായി ഇവർ ബുധനാഴ്ച കോഴിക്കോട് ഇന്റർവ്യൂ നടത്തിയിരുന്നു. ന്യൂഡൽഹി ആസ്ഥാനമായ ഫ്ലൈസ് ഓഫ് ഏവിയേഷന്റെ ഫ്രാഞ്ചൈസി എന്ന പേരിൽ അരയിടത്ത് പാലം തിരുത്തിയായിട്ടുള്ള കെട്ടിടത്തിലായിരുന്നു ഇന്റർവ്യൂ. വിജയിക്കുന്നവരിൽ നിന്ന് 2ാം ഘട്ട എഴുത്തുപരീക്ഷാ പരിശീലനത്തിനായി 60,000 രൂപ സംഘം ആവശ്യപ്പെട്ടു. സംശയം തോന്നിയ ഉദ്യോഗാർത്ഥികളുടെ പരാതിയിലാണ് അറസ്റ്റ്. പത്രപരസ്യം നൽകാതെ ഉദ്യോഗാർത്ഥികളെ ഏജന്റുമാർ മുഖാന്തരം ഫോൺ വിളിച്ചും SMS അയച്ചുമാണ് കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചതെന്നും പരിശോധനയിൽ ഫ്രാഞ്ചൈസിയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ഇവരുടെ കൈവശം ഇല്ലെന്നും പോലീസ് കണ്ടെത്തി. കലൈവാണി എയർ ഹോസ്റ്റസ് ആണെന്നാണ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇത് സംബന്ധിച്ച് തിരിച്ചറിയൽ രേഖകളൊന്നും ഇവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. രേഖകളില്ലാതെയാണ് 5-അംഗ സംഘം ഇന്റർവ്യൂ നടത്തിയതെന്ന് നടക്കാവ് അഡീഷണൽ SI K രമണൻ പറഞ്ഞു. ആൾമാറാട്ടത്തിനാണ് പോലീസ് കേസെടുത്തത്. പ്രതികളെ വ്യാഴാഴ്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4-ൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വേദിക് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വേദിക് ശില്പശാലയ്ക്ക് സമാപനമായി. വേദ ഗവേഷണ രംഗത്ത് വലിയൊരു മുന്നേറ്റത്തിനാണ് ഈയൊരു ശില്പശാല തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് സമാപന സമ്മേളനത്തിൽ ഡോക്ടർ MGS നാരായണൻ പറഞ്ഞു. ഇന്റർനാഷണൽ വേദിക്കിന്റെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വേദിക് ശില്പശാലയ്ക്ക് സമാപനമായി. 111 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് 50-ൽ പരം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചത്. വേദിക് ഇന്റർനാഷണലിന്റെ 6ാമത് ശില്പശാലയാണ് ഹോട്ടൽ ഗേറ്റ്വേയിൽ നടന്നത്. വേദ ഗവേഷണ രംഗത്ത് വലിയൊരു മുന്നേറ്റത്തിനാണ് ഈയൊരു ശില്പശാല തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് സമാപന സമ്മേളനത്തിൽ ഡോക്ടർ MGS നാരായണൻ പറഞ്ഞു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ജോൺ ലോവെ, റഷ്യൻ അക്കാദമി ഓഫ് സയൻസിലെ ഡോക്ടർ നഥാലി ലിതോവ, ഡോക്ടർ അലക്സി പിഞ്ച, ഡോക്ടർ ഐജിറോ, ഡോക്ടർ സോമബന്ധു, ഡോക്ടർ സുന്ദരേശൻ, അനിൽ നാരായണൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കോഴിക്കോട് അക്ഷരശ്ലോക സദസ്സിന്റെ നേതൃത്വത്തിൽ സംസ്കൃതത്തിലുള്ള അക്ഷരശ്ലോക സദസ്സും സംഘടിപ്പിച്ചു. ഡോക്ടർ MGS നാരായണൻ, ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട്, ഡോക്ടർ CN നീലകണ്ഠൻ, ഡോക്ടർ ഭാസ്കരൻ നായർ, ഡോക്ടർ C രാജേന്ദ്രൻ എന്നിവരാണ് 3 ദിവസങ്ങളിലായി നടന്ന ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത്. സമൂഹത്തിന് മാതൃകയായി ബാബ ഗ്ലോബൽ സ്കൂൾ 1.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള മഴവെള്ള സംഭരണിയാണ് സ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ചത്. ജലസംഭരണിയുടെ ഉദ്ഘാടനം PT റഹീം MLA നിർവഹിച്ചു. ജലം അമൂല്യമാണ്, അത് സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്ന സന്ദേശത്തെ അന്വർത്ഥമാക്കും വിധം കോഴിക്കോട് പെരുവയൽ ബാബ ഗ്ലോബൽ സ്കൂളിന്റെ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാവുകയാണ്. 1.5 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണിയുടെ നിർമ്മാണത്തിലൂടെയാണ് ആ സന്ദേശത്തിന് ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തിക്കുന്നത്. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ സഹകരണത്തോടെ 2.5 ലക്ഷം രൂപ ചിലവിലാണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂളിന്റെ അങ്കണത്തിൽ 5 സെന്റ് സ്ഥലത്താണ് 20 അടി താഴ്ചയിൽ 15 അടി വീതിയിലും 40 അടി നീളത്തിലും ജലസംഭരണി ഒരുക്കിയിരിക്കുന്നത്. സ്കൂളിന്റെ മേൽക്കൂരയിൽ നിന്നും വരുന്ന മഴവെള്ളത്തെ PVC പൈപ്പ് വഴി ഫിൽറ്റർ യൂണിറ്റിൽ എത്തിച്ചതിനു ശേഷം ടാങ്കിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജലസംഭരണിയുടെ നിർമ്മാണത്തിലെ ഏറ്റവും പുതിയ രീതിയിലും കുറഞ്ഞ ചിലവിലുമാണ് സംഭരണി നിർമ്മിച്ചിരിക്കുന്നത്.
സമൂഹത്തിന് മാത്രമല്ല വളർന്നുവരുന്ന തലമുറയ്ക്കും ജലം എത്രത്തോളം അമൂല്യമാണ് എന്നത് മനസ്സിലാക്കുവാനും മറ്റ് സ്കൂളുകൾക്കും ഇത് മാതൃകയാകുമെന്നും പ്രൊജക്ട് ഡയറക്ടർ അലക്സാണ്ടർ വാളകം പറഞ്ഞു. അതെ, അങ്ങനെ ഒരു മാതൃക നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്താണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ജലസംഭരണിക്ക് ആംഗ്ലേയറും ഗുരുഡീസ് പാകാനുമുള്ള ജോലികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. സംഭരണിയുടെ ഉദ്ഘാടനം PT റഹീം MLA നിർവഹിച്ചു. പെരുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് P അസ്മാബി, NCDC ഡയറക്ടർ ഡോക്ടർ TK അബൂബക്കർ, ജോയിന്റ് കൺവീനർ മിനി പ്രവീൺ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Golden Diamonds. ജെമിനി സർക്കസ്, കോഴിക്കോട് മിനി ബൈപ്പാസ്, സപ്തഗിരി. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ്, കോഴിക്കോട് മിനി ബൈപ്പാസ്, സപ്തഗിരി. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ സ്കൂൾ മാതൃസംഘടന ഉപവാസ സമരം സംഘടിപ്പിച്ചു. സ്കൂൾ പരിസരത്ത് നടന്ന സമരം ബംഗാളി ചിത്രകാരി കവിത മുഖോപാധ്യായ ഉദ്ഘാടനം ചെയ്തു. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ സ്കൂൾ മാതൃസംഘടന ഉപവാസ സമരം സംഘടിപ്പിച്ചു. സ്കൂൾ പരിസരത്ത് നടന്ന സമരം ബംഗാളി ചിത്രകാരി കവിത മുഖോപാധ്യായ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂൾ പൂട്ടാൻ സമ്മതിക്കില്ല. ഈ സ്കൂൾ പൂട്ടിയാൽ ഞാൻ എന്തിനെ എവിടെ പോവാൻ പാടില്ല. പോവാൻ സ്ഥലമില്ല. നമ്മൾ പോവില്ല. സ്ഥലമില്ലാത്ത ആൾക്കാരെയാണോ? അതുകൊണ്ടാ നമ്മൾ പേടിക്കുന്നില്ല. സ്കൂൾ PTA പ്രസിഡന്റ് അജിത് കുമാർ, മാതൃ PTA പ്രസിഡന്റ് റീന, ഫിദ എലിസബത്ത്, രമണി എന്നിവർ സംബന്ധിച്ചു. ആദായകരമല്ലെന്ന പേരിൽ സ്കൂൾ അടച്ചുപൂട്ടുന്ന പ്രവണത പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും സ്കൂൾ അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കേരള ഫോക്ലോർ അക്കാദമിയുടെ PK കാളൻ പുരസ്കാരം പാരമ്പര്യ തെയ്യം കലാകാരൻ CK ആണ്ടി പെരുമലയിന് ലഭിച്ചു. തെയ്യങ്ങളോടും തിറയോടും 8 വയസ്സ് മുതൽ തുടങ്ങിയ അഭിവാഞ്യ 84-ാം വയസ്സിലും തുടരുകയാണ് ഈ അനുഗ്രഹീത കലാകാരൻ. ചന്തുപ്പണിക്കരുടെയും അമ്മണിയമ്മയുടെയും മകനായി 1930 മെയ് 20-ന് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്ത് കുട്ടോത്ത് ഗ്രാമത്തിലാണ് ആണ്ടി പെരുമലയൻ ജനിച്ചത്. പിതാവും മാതാവും പാരമ്പര്യമായി തെയ്യം, തിറ, തോറ്റം കലാകാരന്മാർ ആയിരുന്നു. 8-ാമത്തെ വയസ്സ് മുതൽ തെയ്യവും തിറയും കെട്ടിയാടി വരുന്ന ഇദ്ദേഹം മലബാറിലെ 30-ൽ പരം ക്ഷേത്രങ്ങളിൽ ഇന്നും അനുഷ്ഠാനമായി തെയ്യം ചെയ്തു വരുന്നു. ചാനലുകളിലും സ്ഥിരമായി പരിപാടി നടത്തിവരുന്നുണ്ട്. 2003-ൽ ഫോക്ലോർ അക്കാദമി അവാർഡ്, 2010-ൽ ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, പല്ലാവൂർ അപ്പുമാരാർ താളം പുരസ്കാരം, ലളിതകലാ അക്കാദമിയുടെ ആദരവ് തുടങ്ങിയവ ഇദ്ദേഹത്തെ തേടിയെത്തി. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വിദേശത്തും തെയ്യം അവതരണത്തിനായി ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള ഫോക്ലോർ അക്കാദമിയുടെ PK കാളൻ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന ഈ അതുല്യ പ്രതിഭ തെയ്യത്തിനും തിറയ്ക്കുമായി മനസ്സും ശരീരവും അർപ്പിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ വായ്പ എടുത്തവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി എഡ്യൂക്കേഷൻ ലോണീസ് വെൽഫെയർ അസോസിയേഷൻ പ്രക്ഷോഭ പരിപാടികൾക്കൊരുങ്ങുന്നു. ഗാന്ധിഗൃഹത്തിൽ അസോസിയേഷൻ സംഘടിപ്പിച്ച യോഗത്തിലാണ് തീരുമാനം.
2004-2009 വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വായ്പയെടുത്ത വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും പദ്ധതി പ്രകാരം പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നാണ് വായ്പ എടുത്തിട്ടുള്ളത്. ഈ സ്കീം അനുസരിച്ച് വായ്പയെടുത്ത വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്ക് യാതൊരുവിധ ജാമ്യവും വേണ്ട. RBI നിർദ്ദേശപ്രകാരമുള്ള പലിശയും വിദ്യാഭ്യാസ കോഴ്സ് പൂർത്തീകരിച്ച് 1 വർഷത്തെ മൊറട്ടോറിയം കാലാവധി കഴിഞ്ഞ് 84 മാസം കൊണ്ട് ഗഡുക്കളായി മുതലും പലിശയും തിരിച്ചടച്ചാൽ മതി തുടങ്ങിയ നിബന്ധനകൾ അനുസരിച്ചാണ് വായ്പ എടുക്കുന്നത്. എന്നാൽ ബാങ്കുകൾ അവരുടെ നിർദ്ദേശങ്ങളും RBIയുടെ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായുമാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെയാണ് എഡ്യൂക്കേഷൻ ലോണീസ് വെൽഫെയർ ഓർഗനൈസേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഓർഗനൈസേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ പ്രശ്നം കൊണ്ടുവരികയും സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടു. ആനുകൂല്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാനും യോഗം തീരുമാനിച്ചു. ഗാന്ധിഗൃഹത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംഘടനാ പ്രസിഡന്റ് R. രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് TC മണി, സെക്രട്ടറി CV രാമചന്ദ്രൻ മംഗലത്ത്, A. രാജൻ, CV തോമസ് എന്നിവർ സംബന്ധിച്ചു. സർഗാത്മക ശാസ്ത്രമാണ് മാർക്സിസം വിഭാവനം ചെയ്യുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി. നടപ്പാക്കുന്ന സാഹചര്യവുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രത്യയശാസ്ത്രമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിന്താവാരികയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മാർക്സിസം 21ാം നൂറ്റാണ്ടിൽ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റത്തെ ഉൾക്കൊള്ളാൻ മാർക്സിസ്റ്റുകാർക്ക് സാധിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി പറഞ്ഞു. സാഹചര്യത്തെ മൂർത്തമായി അപഗ്രഥിച്ച് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചിന്താവാരികയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മാർക്സിസം 21ാം നൂറ്റാണ്ടിൽ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Marxism does not change with the centuries. Marxism is Marxism, and there was Marxism in the 19th century, there was Marxism in the 20th century, and there is Marxism in the 21st century. But what is the difference between the two is not in Marxism. The difference lies in the actual real world and its realities. ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് MLA, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി, CP നാരായണൻ, CP അബൂബക്കർ, KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംബന്ധിച്ചു. വൈദ്യുതി ബോർഡ് കമ്പനിയാക്കുന്നതിൽ നിന്നും കേരളത്തിന് ഒഴിവാകാനാകില്ലെന്ന് K. മുരളീധരൻ MLA. KSEB പെറ്റി കോൺട്രാക്ടേഴ്സ് ആൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പരിസ്ഥിതി പ്രേമികളാണ് ഒരു പരിധിവരെ തടസ്സമെന്ന് K. മുരളീധരൻ MLA പറഞ്ഞു. KSEB പെറ്റി കോൺട്രാക്ടേഴ്സ് ആൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ബോർഡ് കമ്പനിയാക്കുന്നതിൽ നിന്ന് കേരളത്തിന് ഒഴിവാകാനാകില്ല. അതേസമയം ജീവനക്കാരുടെയും അസംഘടിത തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും കമ്പനിയാക്കുകയെന്നും മുരളീധരൻ വിശദീകരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി E. K. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. തിരിച്ചറിയൽ കാർഡ് വിതരണം KPCC സെക്രട്ടറി K. പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് M. രാജൻ, കൌൺസിലർ CS സത്യഭാമ, കേരള പെറ്റി കോൺട്രാക്ടേഴ്സ് ആൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് A. ഷാജി, സംസ്ഥാന സെക്രട്ടറി K. ദാമോദരൻ, KC രാജൻ, നെയ്യാറ്റിൻകര രവി, K. വിജയൻ നായർ, KP ഗിരീഷ്, P. ശ്രീവത്സൻ, സുനിൽ താമരശ്ശേരി, T. പീറ്റർ കുട്ടി എന്നിവർ സംബന്ധിച്ചു. മുജാഹിദ് സംസ്ഥാന സമ്മേളനം ജനുവരി 11നും 12നുമായി കോഴിക്കോട്ട് നടക്കും. തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന ക്യാമ്പയിന്റെ സമാപനമായാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. അരയടത്തുപാലം കോൺഫിഡന്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് പുത്തൻ ഉണർവ് സൃഷ്ടിച്ച് വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക കാര്യങ്ങളിൽ സമൂഹത്തിന് വ്യക്തമായ ദിശ കാണിച്ചുകൊടുത്ത കേരള നദ്വത്തുൽ മുജാഹിദീൻ അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. കേരള മുസ്ലിം സമൂഹത്തെ സമുദ്ധരിക്കാൻ KNM നേതൃത്വം നൽകി നടത്തിവരുന്ന തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന ക്യാമ്പയിന്റെ സമാപനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഉടനീളം ജില്ലാ മണ്ഡലം സമ്മേളനങ്ങൾ നടന്നുവരുന്നു. കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി 11, 12 തീയതികളിൽ നടക്കും. അരയടത്തുപാലം കോൺഫിഡന്റ് ഗ്രൗണ്ടിൽ സാംസ്കാരിക സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള മദനിയും, CD ടവറിൽ നടക്കുന്ന യൂത്ത് മീറ്റ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീറും 11ാം തീയതി ശനിയാഴ്ച നടക്കുന്ന വനിതാ സമ്മേളനം അഡ്വക്കേറ്റ് P. കുൽസുവും ഉദ്ഘാടനം ചെയ്യുമെന്ന് നിസാർ ഒളവണ്ണ, CV ആലിക്കോയ തുടങ്ങിയവർ പറഞ്ഞു.
മഹത്തായ ആൾക്കൂട്ടങ്ങളല്ല, ദൃഢനിശ്ചയം ചെയ്ത ന്യൂനപക്ഷ സമൂഹം തന്നെയാണ് ചരിത്രത്തെ മാറ്റിയതെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായി AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നവോത്ഥാന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ നവോത്ഥാന മൂല്യങ്ങളുടെ പ്രതിപുരുഷനായ സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങൾ പൂർണ്ണമാവുകയാണ്. വിശ്വമാനവികതയുടെ പതാകവാഹകനായിരുന്ന സ്വാമി വിവേകാനന്ദൻ ആത്മീയത, വിദ്യാഭ്യാസം, മതസാഹോദര്യം, ദേശീയോദ്ഗ്രഥനം തുടങ്ങിയ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ സമസ്ത മേഖലയിലും അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ യുവത്വത്തിന്റെ സംഘശക്തിയായ AIYF പുരോഗമനോന്മുഖമായ വിവേകാനന്ദ ദർശനങ്ങളുടെ എക്കാലത്തെയും പ്രചാരകരാണ്. അതിന്റെ ഭാഗമായി വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നവോത്ഥാന സദസ്സ് സംഘടിപ്പിച്ചു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഇരിക്കുന്ന യുവജന ശക്തിയുടെ പ്രാതിനിധ്യം തന്നെയാണ് കേരളത്തിൽ ആഗ്രഹിക്കുന്നത്. ചരിത്രത്തെ മാറ്റിയത് ആ മാറ്റത്തിന് വേണ്ടി തന്നെയാണ് AIYF നിലകൊള്ളുന്നത് എന്ന് വളരെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളായിരുന്നത്. വല്ല മാർഗവും ഉണ്ടെങ്കിൽ YF-ന്റെ യുവസഖാക്കൾ വിളിച്ചാൽ ഇതൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലാണ്. എന്റെ പ്രസംഗം കൊണ്ട് ബോധവൽക്കരിക്കപ്പെടേണ്ട ഒരവസ്ഥയും ഇന്ന് YF-നെ സംബന്ധിച്ചില്ല. നല്ല വായനാശീലമുള്ള, നല്ല പോരാട്ട വീര്യമുള്ള കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൽ വലിയ ആൾബലമില്ലെങ്കിലും നല്ല ഇച്ഛാബലമുള്ള ഒരു പ്രസ്ഥാനമാണ് AIYF എന്ന് നല്ല AIYF സംസ്ഥാന സെക്രട്ടറി K. രാജൻ അധ്യക്ഷത വഹിച്ചു. TV ബാലൻ, പ്രൊഫസർ K. ബാപ്പുട്ടി, അജയ് ആവള, P. ഗവാസ് എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ട്രെയിനിൽ സഹയാത്രികൻ അപമാനിച്ചു. പയ്യോളി പഞ്ചായത്ത് പ്രസിഡന്റ് KT സിന്ധുവിനെയാണ് കണ്ണൂർ സ്വദേശി ട്രെയിനിൽ അപമാനിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് വടകര പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ട്രെയിൻ വടകര എത്തിയപ്പോൾ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് റെയിൽവേ പോലീസിന് കൈമാറി. വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ട്രെയിനിൽ അപമാനിക്കാൻ ശ്രമിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ പേരാവൂർ സ്വദേശി മത്തായിയെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. മലബാർ എക്സ്പ്രസിൽ വടകരയിലേക്ക് വരുമ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ മത്തായി ശല്യം ചെയ്തത്. തിരുവനന്തപുരത്ത് യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു പ്രസിഡന്റ്. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് മത്തായി മലബാർ എക്സ്പ്രസിൽ കയറിയത്. ശല്യം സഹിക്കാൻ കഴിയാതായതോടെ പ്രസിഡന്റ് വടകര പോലീസിൽ ഫോണിൽ വിവരമറിയിച്ചു. ട്രെയിൻ വടകര സ്റ്റേഷനിൽ എത്തിയതോടെ പ്രതിയെ പ്രസിഡന്റ് തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പ്രതിയെ റെയിൽവേ പോലീസിന് കൈമാറി. അനാചാരങ്ങൾക്കെതിരെ സാമൂഹിക സമരം രാജ്യത്തെമ്പാടും കൊണ്ടുവരാനാണ് CPM ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് MLA. ചിന്താ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ചെറുവണ്ണൂരിൽ സംഘടിപ്പിച്ച പ്രാദേശിക പുസ്തക കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇല്ലാതാക്കിയ അനാചാരങ്ങൾ സമൂഹത്തിൽ തിരിച്ചു വന്നിരിക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് MLA പറഞ്ഞു. ജാതി മേധാവിത്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇതെന്നും അനാചാരങ്ങൾക്കെതിരെ സാമൂഹിക സമരം രാജ്യത്തെമ്പാടും കൊണ്ടുവരാനാണ് CPM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിന്താ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ചെറുവണ്ണൂരിൽ സംഘടിപ്പിച്ച പ്രാദേശിക പുസ്തക കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി ഏരിയ സെക്രട്ടറി V. ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം K. മാനുക്കുട്ടൻ, M. ഗിരീഷ് എന്നിവർ സംബന്ധിച്ചു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ നിലപാട് കേരളത്തിൽ പൊതുവികാരം പ്രകടിപ്പിക്കുന്നതാണെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് നടക്കുന്ന ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹം തയ്യാറാവണമെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ് വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. മുണ്ടേടി ദാമോദരന്റെ കവിതകളുടെ സമാഹാരമായ കവിത ഇതുവരെ കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി പ്രകാശനം ചെയ്തു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുന്താസ് ഏറ്റുവാങ്ങി.
മുണ്ടിയടി ദാമോദരന്റെ 2011 വരെയുള്ള കവിതകളുടെ സമാഹാരമായ കവിത ഇതുവരെ കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി പ്രകാശനം ചെയ്തു. ഡോക്ടർ ഖദീജ മുംതാസ് ഏറ്റുവാങ്ങി. സാഹിത്യകാരൻ PR നാഥൻ അധ്യക്ഷം വഹിച്ചു. EP ജ്യോതി പുസ്തകം പരിചയപ്പെടുത്തി. അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, NE ബാലകൃഷ്ണ മാരാർ, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ P ദാമോദരൻ, മണിയൂർ E ബാലൻ, ഡോക്ടർ PK രാധാമണി, KP കുഞ്ഞിമുസാബ്, PP ശ്രീധരനുണ്ണി, ഡോക്ടർ പ്രിയദർശൻ ലാൽ, TV ബാലൻ, C അശോകൻ, P നാരായണൻ മൂസദ്, ഇരുവള്ളൂർ ജയചന്ദ്രൻ, PK ശ്രീജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന കവി സമ്മേളനം KBK കൊരയങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കാനേഷ് പൂനൂർ അധ്യക്ഷത വഹിച്ചു. SA ഖുദ്സി, ലത്തീഫ് പറമ്പിൽ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കാവിലുംപാറ വില്ലേജിലെ 71 കൃഷിക്കാരുടെ ഭൂമി പശ്ചിമഘട്ട സംരക്ഷണത്തിനായി EFL നിയമപ്രകാരം ഏകപക്ഷീയമായി ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൃഷിക്കാരുടെ ഭാഗം പോലും കേൾക്കാതെയാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചത്. 12 സെന്റ് മുതൽ 1 ഏക്കർ വരെ മാത്രം സ്ഥലം കൈവശമുള്ളവരെ പോലും EFL പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ EFL പരിധിയിൽ ഏറ്റെടുത്ത ഭൂമികളെല്ലാം കർഷകർക്ക് തിരികെ നൽകണമെന്നും പ്രസ്തുത EFL നിയമം മുൻകാല പ്രാബല്യത്തോടെ റദ്ദ് ചെയ്യണമെന്നും പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. പ്രകൃതി സംരക്ഷണ വേദിയുടെ ജനകീയ കൺവെൻഷനും ഗ്രാമസഭാ പ്രഖ്യാപനവും കോഴിക്കോട് നടന്നു. അനൂപ് ശ്രദ്ധാഞ്ജലിയോടനുബന്ധിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗാഡ്ഗിൽ കമ്മിറ്റി അംഗം ഡോക്ടർ VS വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ വേദി സംസ്ഥാന ചെയർമാൻ MN ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ശശി കമ്മിട്ടേരി, കുമ്മനൻ രാജശേഖരൻ, EC അനന്തകൃഷ്ണൻ, ഡോക്ടർ സജീവൻ, ഷൌക്കത്ത് ചേറോത്ത്, പ്രൊഫസർ ശോഭീന്ദ്രൻ, PV കൃഷ്ണൻകുട്ടി, MT രമേശ്, ഗൗതമൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോഴിക്കോട് നഗര പുനരാവിഷ്കൃത ഊർജിത ഊർജ്ജ വികസന പരിഷ്കരണ പദ്ധതി RAP-DRPയുടെ നിർമ്മാണ പ്രവർത്തനോദ്ഘാടനം ജനുവരി 12 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് വൈദ്യുതി ഭവൻ അങ്കണത്തിൽ വെച്ച് മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിക്കും. വൈദ്യുതി വിതരണ രംഗം പൂർണ്ണമായും ആധുനികവൽക്കരിച്ച് പ്രസരണ വിതരണ വാണിജ്യ നഷ്ടം 15% താഴെയാക്കി കുറയ്ക്കുന്നതിനും ഗുണമേന്മയുള്ള വൈദ്യുതി എല്ലാ ഉപഭോക്താക്കൾക്കുമെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് ARP-DRP പദ്ധതി. ആശയാദർശങ്ങളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ ഒഴുക്കിനെതിരെ സഞ്ചരിച്ച നേതാവായിരുന്നു CH ഹരിദാസ് എന്ന് ജനതാദൾ S നേതാവ് CK നാണു MLA പറഞ്ഞു. അവിഭക്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന CH ഹരിദാസിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് NCP സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടൊപ്പം നിലകൊണ്ടിരുന്ന തൊഴിലാളി യൂണിയൻ നേതാവും ജനപക്ഷത്ത് നിലയുറപ്പിച്ച രാഷ്ട്രീയ നേതാവുമായിരുന്നു CH ഹരിദാസ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. NCP ദേശീയ പ്രവർത്തക സമിതി അംഗം AK ശശീന്ദ്രൻ MLA അധ്യക്ഷം വഹിച്ചു. മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ P ദാമോദരൻ, NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ M ആലിക്കോയ, ആലിസ് മാത്യു, റസാഖ് മൗലവി, ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് TN ശിവശങ്കരൻ, സലീം മുട്ടാഞ്ചേരി, EV ബാലകൃഷ്ണൻ, PM കരുണാകരൻ എന്നിവർ സംബന്ധിച്ചു. പ്രശസ്തമായ വിജയം കരസ്ഥമാക്കി സമൂഹത്തിൽ ഡോക്ടർമാരായി സേവനമനുഷ്ഠിക്കാൻ യോഗ്യത നേടിയ KMCT മെഡിക്കൽ കോളേജിലെയും KMCT ഡെന്റൽ കോളേജിലെയും വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ ജനുവരി 13 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിൽ പരിപാടി സംഘടിപ്പിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് KMCT ഗ്രൂപ്പ് ചെയർമാൻ K മൊയ്തു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സഞ്ജിത്ത് ഉള്ളാട്ടുതൊടിയിലിന്റെ സ്മരണയ്ക്കായി അലയൻസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഏർപ്പെടുത്തിയ സഞ്ജിത്ത് മെമ്മോറിയൽ അലയൻസ് സോഷ്യൽ സർവീസ് എൻഡോവ്മെന്റ് 2014 അവാർഡ് വിതരണം ജനുവരി 12 ഞായറാഴ്ച 6 മണിക്ക് ഹോട്ടൽ അളകാപുരിയിൽ നടക്കും. 10,000 രൂപ ക്യാഷ് അവാർഡും അലയൻസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റിന്റെ ഫലകവുമാണ് അവാർഡ്. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ KP സുധീര അവാർഡ് ദാനം നിർവഹിക്കും. മാനസിക രോഗികളുടെ പുനരുദ്ധാരണത്തിനായി സ്ഥാപിച്ചിട്ടുള്ള മാനസ് സെന്ററിന്റെ മാനേജർ PM ദേവസിയാണ് ഈ വർഷത്തെ അവാർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും സാരഥികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എയർപോർട്ടിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. എയർ ഹോസ്റ്റസ് അടക്കം 5 പേർ അറസ്റ്റിൽ. പാചകവാതക വിലവർദ്ധനവിനെതിരെ മഹിളാ മോർച്ച. വിലക്കയറ്റം കുടുംബജീവിതം താറുമാറാക്കിയെന്നും മഹിളാ മോർച്ച.
ചിന്ത പുസ്തകോത്സവത്തിന് സമാപനം. സമൂഹത്തിൽ ഏറെ മാറ്റങ്ങൾ ചിന്ത പബ്ലിക്കേഷൻസിന്റെ പ്രവർത്തനങ്ങൾ സൃഷ്ടിച്ചുവെന്ന് കെ ശൈലജ ടീച്ചർ. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.